ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ ഫ്യൂച്ചറായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇനി ആരും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ബ്രെഡ് കൊണ്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്കാണ്. സാധാരണ നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്ന്. എന്നാൽ നമ്മൾ സാധാരണ എല്ലാവർക്കും ബ്രെഡ് വെച്ചിട്ട് ഒരുപാട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് അറിയാം. എന്നാൽ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ടാണ്. ഇതിനിപ്പോൾ ഒരു പേര് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു പേരൊന്നുമില്ല. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്യില്ലേ ബ്രെഡ് വെച്ചിട്ട്, അതിനകത്ത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ക്രീം, ഒരു സോസും അതുപോലെ തന്നെ ഒരു ഫില്ലിങ്ങും കൊടുത്തിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ടാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഷുവറാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് നമ്മൾ പാലിലും മുട്ടയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ഫ്രഞ്ച് ടോസ്റ്റ്. അപ്പോൾ അതുതന്നെയാണ് സംഭവം, പക്ഷേ അതിനകത്ത് ഒരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഒരു വളരെ വെറൈറ്റി ഞാൻ പറഞ്ഞില്ല, പക്ഷെ എന്നാലും നമ്മൾ സാധാരണ ചെയ്യുന്നതൊന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരൈറ്റമാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് മാത്രമായിട്ട് ഇതിനെ പറയാൻ പറ്റില്ല, ബനാന ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിനുള്ള പേര് കൂടെ പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ബട്ടർ താല്പര്യമില്ലാത്തവർക്ക് ഗീ ചെയ്യാം, പക്ഷെ നമ്മളിവിടെ വൈറ്റ് സോസാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് സോസ് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ നെയ്യും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരെ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരുമ്പം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം വളരെ ചെറിയ ഫ്ലെയിമിൽ തന്നെ ആവണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഓൾ പർപ്പസ് ഫ്ലോർ, അതല്ലെങ്കിൽ മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ മൈദ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ചേർക്കണം. അപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം, ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്യാം. വളരെ ചെറിയ ഫ്ലെയിമിലായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക. ബട്ടർ പെട്ടെന്ന് തന്നെ ബേണാവും, അത് കരിഞ്ഞു പോകും, കളറൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ നമുക്കൊരു കളർ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സോസിൻ്റെ കളറും തന്നെ മാറിപ്പോവും. അപ്പോൾ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കൂടെ മൈദ ചേർത്തി. അപ്പോൾ ടോട്ടലായിട്ട് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്തി. ഇത് നല്ലപോലെ ഇത് മൈദ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പാലൊരു 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു കപ്പ് പാല് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം പിന്നെ 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ചേർത്ത് ഉടനെ തന്നെ ഇത് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഒരു വശത്ത് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വശത്ത് ഇത് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നുമില്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ നന്നായിട്ടുള്ളൊരു ഇതുപോലെ ഒരു സിലിക്കോൺ സ്പാച്ചില വെച്ചിട്ടോ പാനിൽ സ്റ്റിക്ക് ആവാണ്ട് പെട്ടെന്ന് ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് മിൽക്കും കൂടി ഒഴിച്ചു. അങ്ങനെ ടോട്ടൽ 1.5 കപ്പ് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഒട്ടും തന്നെ സ്റ്റിക്ക് ആവാണ്ട് നല്ലപോലെ കട്ടയൊന്നും കെട്ടാൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു സോസ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് സോസ് പാസ്തയുടെ ആയിരുന്നു. അതിൽ ഞാൻ അതുപോലെ വൈറ്റ് സോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടാനേ പാടില്ല. കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പാനിൽ സ്റ്റിക്കാവും, കട്ടയാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മാക്സിമം നമ്മുടെ ഈ ഇളക്കുന്ന സമയത്ത് നമ്മളിത് തട്ടാത്ത ഭാഗത്തൊക്കെ പെട്ടെന്ന് ചെറിയ കട്ടയായിട്ടുണ്ടാകും. അപ്പോൾ അത് മാക്സിമം നമ്മളത് ഉടച്ചെടുത്തിട്ട് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് ആക്കിയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് സ്വീറ്റ്നെസ് കൊടുക്കണം. നമ്മളൊരു സ്വീറ്റോട് കൂടിയിട്ടുള്ള ഒരു ഫ്രഞ്ച് ടോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വീറ്റ്നെസ് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇനി അത് താല്പര്യമില്ലാത്തവർക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പം കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും തന്നെ കുറച്ചും കൂടി ഇഷ്ടമാവും. അപ്പോൾ നമ്മളിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയും, നാട്ടിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ സ്വീറ്റ്നെസ്സിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ മുതിർന്നവർക്ക് ഒത്തിരി മധുരമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അതിനനുസരിച്ചിട്ട് കുറക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുട്ടികൾക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഇരുന്നാലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഒരു വൈറ്റ് സോസ് ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന സമയം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് സ്റ്റിക്കാവും. അപ്പോൾ ഞാനിതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുള്ളത്.
അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കണം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് കാർഡമം പൗഡർ, നമ്മുടെ ഏലക്ക പൊടിച്ചത് ചേർക്കണം. അപ്പോൾ അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊന്നും ആകുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ഏലക്കയുടെ ഫ്ലേവറും ഒന്നും ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല, മക്കൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു 1 ടീസ്പൂൺ കംപ്ലീറ്റ് ആയിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർക്കുന്നുള്ളൂ. എനിക്കതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണ്. പക്ഷേ മക്കളൊന്നും ഒത്തിരി ഇതെന്താ ഇങ്ങനെ ഒരു സ്മെല്ല്, അല്ലെങ്കിൽ ഇതിലെന്താ വേറൊരു സ്മെല്ല് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ സാവകാശം ഏലക്കയുടെ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാനായിട്ട് നിൽക്കരുത്. പെട്ടെന്ന് ഇത് അടിയിൽ സ്റ്റിക്കാവും. പിന്നെ ഒരു വൈറ്റ് സോസ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്തേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കൈവശത്ത് തന്നെ വേണം. നമ്മൾ പാൻ വെച്ചിട്ട് അത് വെപ്പാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇതിവിടെ കിടന്ന് ബേൺ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡിയായി. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് അവിടെ റെഡിയായി. അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. പാനിൽ നിന്നും മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് പ്യുവറായിട്ടുള്ള ഗീ ആണ്, മിൽമയുടെ ഗീ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, നെയ്യ്. അപ്പോൾ അതൊരു 1.5 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്കുള്ള ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെയ്യിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് റേസിൻസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുന്തിരി ചേർത്ത് കൊടുക്കാം. ഏത് കളറിലുള്ള മുന്തിരി എടുക്കാം, ബ്ലാക്ക് ആയിട്ടുള്ളതോ അതല്ലെങ്കിൽ ഈ ഒരു കളറുള്ള ഏതും എടുക്കാം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് സോട്ട് ചെയ്തിട്ട് അത് കളർ ചേഞ്ച് ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആ നെയ്യിൽ നിന്നും അത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്സും ചേർക്കണം. പക്ഷേ ഞാൻ കാഷ്യൂ നട്ട്സ് നെയ്യിലൊന്നും വഴറ്റിയെടുക്കുന്നൊന്നുമില്ല, നമ്മുടെ ഫില്ലിങ്ങിലേക്ക് ചേർത്തിയാൽ മതി. ഇനി ഇതിനകത്തേക്ക് ഞാനിവിടെ ഒരു വലിയ പഴം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണ്. അത്യാവശ്യം വലിയ പഴമായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒത്തിരി വലുതായിട്ട് ഏതെങ്കിലും പീസസ് കാണേണ്ടി ചെറുതായി കൊടുക്കുന്നത്, കാരണം നമ്മളിത് ബ്രെഡിനകത്തല്ലേ ഫില്ല് ചെയ്യുന്നത്. ഒത്തിരി വലിയ പീസസൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കത് ഫോൾഡ് ചെയ്യാനൊക്കെ പാടായിരിക്കും. അപ്പോൾ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ നെയ്യിലൊന്നത് വഴറ്റി കൊടുക്കാം. അപ്പോൾ പഴം ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല, എന്നാൽ നമുക്ക് കുക്കാവും വേണം. നമ്മൾ സാധാരണ പഴം പുഴുങ്ങുന്ന ആ ഒരു ടെക്സ്ചറിൻ്റെ അങ്ങോട്ടൊന്നും എത്തിക്കണ്ട, ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ കളറ് മാറിയിട്ട് നമ്മൾ പഴം നെയ്യിലൊക്കെ വാട്ടിയെടുക്കുന്ന ആ ഒരു കളറാവുന്ന വരെ ഒന്ന് ഇതായി കൊടുക്കാം. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ഒരു പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും നല്ലതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നെയ്യ് അന്ന് ഒത്തിരി കൊടുക്കണം എന്നല്ല, എന്നാലും അത്യാവശ്യമൊക്കെ നമ്മൾ കുട്ടികൾക്ക് നെയ്യ് പഴം ഒക്കെ കൊടുക്കണം. ചെറിയ മക്കൾക്കൊക്കെ പ്രത്യേകിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ പഴം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കാം. ഓൾറെഡി നമ്മളിതിലേക്ക് ചേർക്കുന്ന സോസിലൊക്കെ സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ഷുഗർ ഇവിടെ ചേർക്കേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കാം. പിന്നെ ഷുഗർ എപ്പോഴും നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക. ഒത്തിരി മധുരമൊന്നും ഇഷ്ടമില്ലാത്തവർ അതിനനുസരിച്ചിട്ട് കുറക്കാം. പക്ഷേ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ എന്തായാലും നമുക്കിവിടെ വേണം, അതിൻ്റെ ഒരു കറക്റ്റ് സ്വീറ്റ്നെസ് കിട്ടാൻ. അപ്പോൾ നമ്മൾ ഷുഗർ ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചിരകിയതാണ്, ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ്, നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് ഒരു കപ്പ്, അതിനൊന്നും കറക്റ്റ് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ എടുക്കുന്നത് ഇത്രയാണെന്ന് പറഞ്ഞത് മാത്രം. അപ്പോൾ അത്രയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു പഴമായിട്ടത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു കപ്പ് അല്ല, ഒരു 3/4 ഭാഗത്തോളം കപ്പുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഒത്തിരി തേങ്ങ ആയി കഴിഞ്ഞാലും പ്രശ്നമാണ്. പിന്നെ ഇവിടെ മോള് കഴിക്കും, മോന് തേങ്ങ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കടിക്കുന്നു പറയും, എന്തെങ്കിലും അതിൽ കടിക്കാൻ കിട്ടിയത് കടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാറ്റും. അപ്പം നമ്മുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസിൻസും അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ നട്ട്സ് വളരെ ഫൈനായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് കൂടെ ചേർക്കാം. ഇനി ചോപ്പ് ചെയ്യാതെയും ചേർക്കാം, പക്ഷേ ഞാൻ ഈ ബ്രെഡിനകത്ത് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് ചേർക്കുന്നതാണ് ബെറ്റർ. നമുക്കത് ഫോൾഡ് ചെയ്യുമ്പം ഒരു പ്രശ്നം വരാതിരിക്കാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നതാണ് നല്ലത്. എല്ലാം കൂടി നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം ഇതും ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് പഴത്തിൻ്റെ കളറൊന്നും ഒത്തിരി അങ്ങോട്ട് ചേഞ്ച് ആക്കിയിട്ട് ഒരു ഭാഗം കരിഞ്ഞു പോകാനൊന്നും നിൽക്കണ്ട, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. നന്നായിട്ട് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്കും നമുക്ക് കുറച്ച് ഏലക്കയുടെ ഇത് ചേർക്കാം. ഒരു പിഞ്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ, സ്പൂൺ കൊണ്ടാണ് ചേർത്തിട്ടുള്ളതെങ്കിലും ഒരു പിഞ്ച് ഏലക്ക പൗഡർ എടുത്തിട്ടുള്ളൂ.
മക്കൾ കഴിക്കുമ്പോഴും നമ്മളൊന്ന് കഴിക്കുമല്ലോ, അപ്പോൾ നമുക്കും ആ ഒരു ഫ്ലേവറും ടേസ്റ്റും വേണമല്ലോ. അപ്പോൾ അതിനൊരു പിഞ്ച് ഇവിടെയും നമ്മൾ ഏലക്ക പൊടിച്ച് ചേർക്കുക. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സും റെഡിയായി. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഒത്തിരി പുതുമയുള്ളൊന്നുമല്ല, നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഉമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നൊരു ഫില്ലിംഗ് ആണ് ഈ ഒരു പഴം വാട്ടി തേങ്ങയും ഒക്കെ ചേർത്തിട്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് റിച്ച് ആക്കാൻ വേണ്ടി അവർ കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ചേർത്ത് തരും. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിൽ വലിയ പുതുമയൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ ഒരു ക്രീമിൽ മാത്രമേ ഒരു പുതുമയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് സ്ലൈസസ്, അതുപോലെ തന്നെ ഒരു എഗ്ഗ്. ഇത്രയും ബ്രെഡ് സ്ലൈസസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വേണ്ട, ഒരു 1/2 കപ്പ് പാല്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിന് ചെയ്യുന്ന പോലെ ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഒത്തിരി നമ്മൾ വെറും ഒരു ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിക്ക് നമുക്ക് ബ്രെഡ് കിട്ടണമെങ്കിൽ നമ്മളൊരു 2 എഗ്ഗ്, ഒരു 1/2 കപ്പ് പാലൊക്കെ വെച്ച് കൂടുതൽ എഗ്ഗ് എടുക്കാം. പക്ഷേ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു എഗ്ഗ് എടുക്കുന്നുള്ളൂ. ഈ ഒരു എഗ്ഗിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കാം. ആ ബ്രെഡിന് നമുക്കൊരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ സിനിമൺ പൗഡറൊക്കെ ഇടും, നമ്മുടെ പട്ടയുടെ പൊടിയൊക്കെ ഇടും. ഏലക്ക, ഗ്രാമ്പു, പട്ട, ആദ്യത്തെ പട്ടയല്ലേ, ആ പട്ടയുടെ പൊടിയൊക്കെ ഇടും. പക്ഷേ ഇവിടെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ആ ഒരു ടേസ്റ്റും ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അത് ഇടുന്നില്ല. സാധാരണ നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് മാത്രം ചെയ്യുമ്പോഴൊക്കെ അതും കൂടി ഇടുമ്പോൾ ഒരു ടേസ്റ്റാണ്. നന്നായിട്ട് ഈ ഒരു എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഈ ബ്രെഡ് ഡിപ്പ് ചെയ്യുമ്പം അതല്ലെങ്കിൽ ശരിക്കും ബീറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബ്രെഡ് ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ എഗ്ഗും അതിനകത്ത് പോരും. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മിൽക്ക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് മിൽക്കാണ്. അപ്പോൾ അത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ കംപ്ലീറ്റ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ളൊരു 6 ബ്രെഡ് സ്ലൈസസ് ഉണ്ട്, അത്രേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. എപ്പോഴാണെങ്കിലും ഇതുപോലെ സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ചൂടോടെ കഴിക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എല്ലാം കൂടി ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല, നമ്മൾ കഴിക്കുമ്പോൾ മാത്രം ബാക്കി ഉണ്ടാക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്യാനുള്ള പാല്, മുട്ടയൊക്കെ റെഡിയായി, ബ്രെഡും റെഡിയാണ്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് ഒന്ന് ഫോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡ് അരികുവശങ്ങളുണ്ടല്ലോ, ഈ ബ്രൗണിൽ കാണുന്ന ഭാഗം, അത് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇതുപോലെ ഒരു കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഫോൾഡ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുള്ളൂ, അതായത് ഒന്ന് റോൾ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്യുമ്പോൾ അത് കളയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ അരികു വശങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് റിമൂവ് ചെയ്തിട്ടെടുക്കുക. നമ്മുടെ ക്രീം ഇവിടെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്, നമ്മളിപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊന്ന് ചൂട് പോയി കഴിയുമ്പോഴത്തേക്ക് തന്നെ അതൊന്ന് കുറുകിയിട്ടുണ്ട്, ഒന്ന് തിക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫില്ലിങ്സും കുറച്ചെടുത്തിട്ടുണ്ട്, ഈ ഒരു ബ്രെഡിലേക്കുള്ള ഫില്ലിങ്സ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് ഏകദേശം നമുക്കൊരു 7-8 സ്നാക്സ് വരെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതുപോലെ ഒരു ബൗളിൽ നമ്മൾ എഗ്ഗും അതുപോലെ തന്നെ മിൽക്കും കൂടി മിക്സ് ചെയ്തതാണ്. മറ്റൊരു ബൗളിൽ പ്യുവറായിട്ടുള്ള കുറച്ച് വെള്ളം എടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ഈ ബ്രെഡ് സ്ലൈസസ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കത് റോൾ ചെയ്യാൻ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മാക്സിമം നമ്മൾ പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് വെള്ളം മാറ്റണം. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് മാക്സിമം അത് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്യണം. ബ്രെഡ് ആകെ പൊടിഞ്ഞൊന്നും പോകരുത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വൈറ്റ് സോസ് ഈ ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്നത് താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഫില്ലിങ്സ് കൂടെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ വൈറ്റ് സോസ് ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രെഡ് സ്ലൈസസ് പല സൈസായിരിക്കും, അതിനനുസരിച്ചിട്ട് ഫില്ലിങ്സ് വെക്കാം. ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫോൾഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ മൈദ മിക്സ് ഒന്നും വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് റോൾ ചെയ്താൽ തന്നെ, ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഇത് സ്റ്റിക്കായിരിക്കും. കൈ നനഞ്ഞ് കൊണ്ട് തന്നെ വളരെയായിട്ട് സ്റ്റിക്കാവുന്നുണ്ടാവും ബ്രെഡ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബ്രെഡ് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വെള്ളം കളയണം കേട്ടോ. നമ്മൾ ഓയിലിൽ ഡിപ്പ് ചെയ്തിട്ടല്ല ഫ്രൈ ചെയ്യുന്നത് എങ്കിലും മാക്സിമം നമ്മൾ പ്രസ് ചെയ്തിട്ട് വെള്ളം റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫസ്റ്റത്തെ റെഡിയായി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസ് കൂടി ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പാലിൻ്റെ അതുപോലെ തന്നെ മുട്ടയുടെയും മിക്സിൽ ചേർത്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഞാനിത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ബ്രെഡ് ക്രംസിൽ ചെയ്യണമെന്നില്ല, പക്ഷേ നമ്മൾ ഓൾറെഡി ഈ ഒരു ബ്രെഡ്സിൻ്റെ സൈഡ്സൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നില്ല. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് കിട്ടും. അപ്പോൾ അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനൊരു പാനിൽ വീണ്ടും ഇവിടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ ഏതാ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം.
ഇനി നമ്മൾ ഈ ഒരു പാലിൻ്റെ അതുപോലെ തന്നെ എഗ്ഗിൻ്റെ ഈ ഒരു മിക്സിൽ ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് പാനിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരികവശങ്ങൾ വേസ്റ്റ് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണിത് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് പാനിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരു സമയം 3 or 4 നമ്മുടെ പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഒത്തിരി വലിയ ഫ്ലെയിമിലിടണ്ട, കാരണം ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സംഭവമാണ്. നമ്മളിപ്പം കട്ട്ലേറ്റൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ആ ബ്രെഡ് ക്രംസ് അങ്ങോട്ട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും. ഇതിപ്പോൾ നമുക്കിതിൽ കുക്കാവാനായിട്ട് ഒന്നുമില്ല, നമ്മൾ അകത്തുള്ളതൊക്കെ കുക്കായതാണ്, എല്ലാം കുക്കായിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ ആ ഒരു മെത്തേഡ് ചെയ്യുന്നത് ഇവിടെ മാത്രമാണ്. ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് 2 സൈഡൊന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാം തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ടോട്ടലായിട്ട് ഞാനിവിടെ 6 എണ്ണമാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കൊരു 5 എണ്ണം കൂടി ചെയ്തെടുക്കാനുള്ള ഫില്ലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ സോസും തന്നെ ഒത്തിരി ഉണ്ട്. സോസ് ഇതിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അപ്പം ഉണ്ടാക്കി യൂസ് ചെയ്യണമെന്നില്ല, കാരണം സോസ് നമ്മൾ ചൂടോടെ സ്പ്രെഡ് ചെയ്യണമെന്നില്ല. അത് നമുക്ക് ഉണ്ടാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലോ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 3-4 ദിവസം ഇപ്പം ഞാൻ സൂക്ഷിച്ചു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുണ്ടാക്കുന്ന സോസൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഒത്തിരി കാലമൊന്നും വെച്ച് പോകരുത്. മൈദയും പാലും ബട്ടറൊക്കെ അല്ലേ, എന്തായാലും ഒരു 4 ദിവസം വെച്ചിട്ട് ഒരു പ്രോബ്ലം എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതിങ്ങനെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. ആ ഒരു സോസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്കൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തിട്ട്, ഇനിയിപ്പോൾ ഫില്ലിങ്സ് ഇല്ലാതെ വെറുതെ അത് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസും അതിൻ്റെ കൂടെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം കൊണ്ടുള്ളൊരു ഫില്ലിങ്സും ചേർത്തുണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് റോളെന്നോ അതല്ലെങ്കിൽ നമുക്കിതിനെ ഫ്രഞ്ച് ടോസ്റ്റെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനകത്ത് ചേർക്കുന്ന ഈ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, കാരണം അത് നമ്മളതിന് ഫ്ലെയിമും ഹീറ്റൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് പെട്ടെന്ന് ബേൺ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആകാനും ടേസ്റ്റ് മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് നമുക്കൊരു വൈറ്റ് സോസ് നല്ല സ്വീറ്റോട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ആവശ്യാനുസരണം നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അത് മാത്രമല്ല, നമുക്ക് ബ്രെഡിൽ മാത്രമല്ല ചപ്പാത്തിയിൽ ഇത് സ്പ്രെഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഫില്ലിങ്സ് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ ഫില്ലിങ്സ് ഒന്നും ഇല്ലാതെ അത് മാത്രം ഈ ഒരു സോസ് മാത്രം സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ ഇപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ ഫില്ലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും മലയാളികൾക്ക് ഇഷ്ടമുള്ളൊരു ഫില്ലിങ്സാണ് നമ്മുടെ നേന്ത്രപ്പഴം നെയ്യിൽ വാട്ടിയിട്ട് അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തേങ്ങ ചേർത്തിട്ട് കാഷ്യൂ നട്ട്സ് ചേർത്തിട്ട് ഒക്കെ നമുക്ക് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫില്ലിങ്സാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് കറക്റ്റായിട്ട് ആ ഒരു വൈറ്റ് സോസിനകത്ത് ആ ഒരു ഫില്ലിങ്സ് നന്നായിട്ട് കോട്ട് ചെയ്ത് നിൽക്കുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് കാണുന്നത്. ഈ ഒരു കാണുന്ന ഭംഗി മാത്രമല്ല, അത് കഴിക്കുമ്പോഴും തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ്സ് പറയാൻ മറക്കരുത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.